മച്ചന്മാരെ കൈച്ചൂണ്ടയിലും അതുപോലെ തന്നെ ഏറുചൂണ്ടയിലൊക്കെ ശരിക്കും ചെമ്പല്ലി ഹമൂറൊക്കെ അടിച്ചു കയറുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെയിറ്റ് ഇട്ട വഴി തന്നെ മീനടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ കല്ലുകളുടെ സമീപത്ത് തന്നെ ഇഷ്ടം പോലെ മടകളുണ്ട്. ഇത്തരം മടകളിലാണ് മുട്ട ഹമൂറുകളും ചെമ്പല്ലികളൊക്കെ ഇവിടെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത്. രമേശ് ചേട്ടൻ ഇവിടെ പോൾ റോഡ് ഉപയോഗിച്ച് മാർഗ്ഗവേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചത്ത ചെമ്മീനാണ് ചെറിയ ഹുക്കിൽ ഇട്ടിരിക്കുന്നത്. അധികം ദൂരത്തേക്കൊന്നും നമുക്ക് ഇട്ട കാര്യമില്ല. ഇവിടെ തൊട്ട് സമീപത്ത് കല്ലുകളുടെ അടുത്ത് തന്നെ ഇട്ടാൽ മതി. മുട്ടൻ ചെമ്പല്ലികളൊക്കെ കയറി പിടിക്കും. അതുകൊണ്ട് തന്നെ ബെയ്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സദാസമയം നല്ല അലേർട്ടായിട്ട് ഇരിക്കണം. അപ്പോൾ രമേശേട്ടൻ്റെ ബെയ്റ്റ് വെള്ളത്തിൽ വീണിട്ടുണ്ട്. വീണ വഴി തന്നെ മീനുകൾ പൊതിയാണ് ബെയ്റ്റിനെ. ചെറിയ മീനുകളാണ് ആദ്യം നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഏരി ചെമ്പല്ലി ഹമ്മൂറുള്ള മീനുകൾ നമ്മുടെ ബെയിൻ്റെ അടുത്തേക്ക് വരത്തുള്ളൂ. ഫ്ലോട്ട് അടിച്ച് താത്തുന്നത് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കി നിൽക്കണം. ഇവിടെ അത് താത്തി കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് രമേശേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു മീൻ നമ്മുടെ രമേശേട്ടൻ്റെ ചൂണ്ടയിലൂടെ കുടുങ്ങാം. മച്ചന്മാരെ നമുക്കൊരു ഹമ്മൂർ അടിച്ച് കയറിയിട്ടുണ്ട്. നല്ല വലുപ്പം വയ്ക്കുന്ന മീനുകളാണ് ഈ ഹമ്മൂറുകൾ. കല്ലുകളുടെ ഇടയിലാണ് ഇവരുണ്ടാവുക. നമ്മൾ ജീവനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവന്മാരെ കയറി അടിക്കും. മച്ചന്മാരെ പോൾ റോഡ് ഉപയോഗിച്ച് ഏരികളെയും ചെമ്പല്ലികളെയും ഹമ്മൂറുകളെയാണ് അഖിലേട്ടൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ രമേശേട്ടൻ ജീവനുള്ള ചെമ്മീൻ ഉപയോഗിച്ച് മാർഗ്ഗവേട്ടയിലാണ്. പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെമ്മീൻ്റെ തലഭാഗത്ത് കോർക്കുകയാണെങ്കിൽ അടികിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ചെമ്മീൻ്റെയും നമ്മുടെ തലഭാഗത്ത് തന്നെയാണ് കോർക്കുന്നത്. ഇനി തലഭാഗത്ത് കോർത്തിട്ടും നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ വാലിൽ കോർക്കണം. വറ്റിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ വാലിൽ കോർക്കുകയാണെങ്കിൽ ചെമ്മീൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ വറ്റിയുടെ അടി കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഹമ്മൂറിനെയും ചെമ്പല്ലിനെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. തലഭാഗത്ത് കോർക്കുകയാണെങ്കിലാണ് കൂടുതൽ റിസൾട്ട്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി മാറി കോർത്തുകൊണ്ടിരിക്കണം. എന്തായാലും നല്ല രീതിയിൽ തന്നെ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും അവന്മാർ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓടുന്നത് കല്ലുകളുടെ ഇടയിലേക്കായിരിക്കും. ചെമ്പല്ലി ഏരിയയൊക്കെ അകലേട്ടൻ ഏത് നിമിഷം വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്ലോട്ട് അവൻ ഏത് നിമിഷം വേണമെങ്കിലും അടിച്ച് താത്താം. മച്ചന്മാരെ ഈ പൊഴിമുഖത്ത് ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചൂണ്ടക്കാർ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ട മീനുകളുടെ സ്ട്രൈക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ പ്രതീക്ഷിക്കാം. ജീവനുള്ള ചെമ്മീനാണ് അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പല്ലി ഹമ്മൂറ് ഏരി പോലുള്ള മീനുകൾ ഈ പ്രദേശത്ത് എവിടെയുണ്ടെങ്കിലും അവന്മാർ പറന്നു വരും. ഈ ചെമ്മീൻ്റെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ട്. 100 മീറ്റർ അകലെ നിൽക്കുന്ന ചെമ്പല്ലിക്ക് പോലും അത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലോട്ട് അടിച്ച് താത്തി കഴിയുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അലേർട്ടായിട്ടാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ഇവിടെ നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും വലിയമീൻ വന്ന് നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോവാം. അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കൊണ്ടുവരണം. അതേസമയം വെള്ളത്തിൻ്റെ താഴെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പല്ലി ഹമ്മൂർ ഏരി പോലുള്ള മീനുകൾ കല്ലിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറും നമ്മുടെ ചൂണ്ടയായിട്ട്. പിന്നെ അവന്മാരെ അതിൻ്റെ അകത്ത് ചാടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മച്ചന്മാരെ നമുക്കൊരു ചെമ്പല്ലി കയറിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, നല്ല കിടുക്കാച്ച് സ്ട്രൈക്കായിരുന്നു. ഇഷ്ടം പോലെ ചെമ്പല്ലി മടകളുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനുള്ള ചെമ്മീൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടുന്ന് ചെമ്പല്ലി അടിച്ച് കയറും. നമ്മുടെ സുരേഷേട്ടനാണ് ചെമ്പല്ലിനെ പൊക്കിയിരിക്കുന്നത്.